നമസ്കാരം. ജോലിഭാരങ്ങളെല്ലാം ഒതുക്കി വെച്ച് ഒന്ന് വിശ്രമിക്കുവാനും കുട്ടികൾക്കൊന്ന് കായിക പരിശീലനവും അവർക്ക് കളിക്കുവാനും നല്ല നല്ല കാഴ്ചകൾ കാണുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിലിങ്ങ് ബാലരാമപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് അത്തരത്തിലൊരു സംരംഭമുണ്ട്. ആരുടെയും കണ്ണിനെ കുളിർമയേകുന്ന കുറച്ച് വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് ഒരു ഡോക്ടറാണ്. ഈ ഒരു കേന്ദ്രം തുടങ്ങുന്നത് തന്നെ വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങളാണ് നമ്മൾ നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ഇതാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന നമ്മൾ ഡോക്ടർ ലിസി വിൻസെൻ്റ് ആണ് പേര്. മേഡം നമസ്കാരം. ഈ ഒരു സംരംഭം എന്തായാലും വലിയൊരു തരത്തിലുള്ള സംരംഭമാണ്. കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും അവരുടെ ആ വിശ്രമവേളകൾ ഇവിടെ വരാം. കുട്ടികൾക്ക് അവരുടെ കായിക പരിശീലനങ്ങൾ മാക്സിമം പരിശീലിക്കാം. അങ്ങനെയുള്ള വലിയ സംവിധാനങ്ങൾ. എന്താണ് മേഡം ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്? ഡോക്ടർ ലിസി വിൻസെൻ്റ് ആക്ച്വലി ഒരു കുടുംബാരോഗ്യ വിദഗ്ധയാണ്, കുടുംബ ഡോക്ടർ എന്ന് പറയാം. ഞാൻ ഫാമിലി മെഡിസിനും എമർജൻസി മെഡിസിനും സ്പെഷ്യലൈസ് ചെയ്തൊരു ഡോക്ടറാണ്. കഴിഞ്ഞ 13 വർഷത്തിലേറെയായി ഞാൻ ഈ 2 ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ മകൻ എന്ന് പറയുന്ന വ്യക്തി, എൻ്റെ മകന് വേണ്ടിയാണ് ആക്ച്വലി ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത്. അവൻ്റെ ദിവസങ്ങൾ, ഞാൻ വർക്ക് ചെയ്യുന്ന ദിവസങ്ങൾ അവൻ അവധിയായാൽ അവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ TV കാണുന്ന ഒരു പ്രവണതയിലോട്ട് പോയി. നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് സ്ക്രീൻ ടൈം വളരെ ലിമിറ്റഡായേ കൊടുക്കാൻ പറ്റുള്ളൂ. അവരുടെ ബുദ്ധിക്കും അവരുടെ കണ്ണിനും ഒക്കെ തന്നെ ഒത്തിരി ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ക്രീൻ ടൈം എക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എങ്ങനെ എൻ്റെ മകനെ പ്രകൃതിയോടിണങ്ങി പ്രകൃതിയിലോട്ട് നോക്കി അവൻ എങ്ങനെ കളിച്ച് വളരാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന പോലെ ഒരു എൻവിറോൺമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന ആലോചനയിൽ നിന്നാണ് ഇത് ഫസ്റ്റ് തുടങ്ങുന്നത്. ഇതിന് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എന്നും ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി എൻ്റെ പപ്പ വാങ്ങിയൊരു പ്രോപ്പർട്ടിയാണ്. പപ്പ വാങ്ങി ഞങ്ങൾക്ക് മക്കൾക്ക് തരികയായിരുന്നു. ഇനി ഞാൻ റിനോവേറ്റ് ചെയ്തെടുത്തതാണ് ഇന്നീ കാണുന്നത്. സോ അവൻ്റെ സ്ക്രീൻ ടൈം ഇല്ലാണ്ടാക്കി അവന് കളിക്കാനൊരു സ്ഥലം, അവന് ജീവികളോടും പ്രകൃതിയോടും ഇണങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന രീതിയിലാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ സ്ഥലത്ത് വരികയും ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് കുറച്ചൊക്കെ ഇടപെടാനും ഇടയായി. അപ്പോൾ കണ്ട വേറൊരു വലിയ പ്രശ്നം, ഓൾമോസ്റ്റ് അവൻ്റെ ഏജിലുള്ള എല്ലാ കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരും ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ് എക്സസ് സ്ക്രീൻ ടൈം. അല്ലെങ്കിൽ നമ്മൾ മൊബൈലോ TVയോ കാണുകയും നമ്മുടെ ഫാമിലിയായിട്ടോ നമ്മൾ പരസ്പരം ഒരു ഇൻട്രാക്ഷൻ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ, എല്ലാവരും സ്ട്രെസ്ഡുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കാം എന്നതിൽ നിന്നാണ് ഈ കൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ടർഫുണ്ട്, പിന്നെ ഒരു ഏവിയറി ഉണ്ട്, ഒരു അക്വേറിയം ഉണ്ട്, കുട്ടികൾക്കൊരു പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ ഒരു ഫാമും ഉണ്ട്. ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, ഇത് മുതിർന്നവർക്കും അക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഫോട്ടോഗ്രാഫി, സ്കേറ്റിംഗ്, ഫുട്ബോൾ, പിന്നെ ഷട്ടിൽ കോക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അഡൾട്ട്സിനാണെങ്കിലും നമ്മൾ ഹോഴ്സ് റൈഡിങ്, കുട്ടികൾക്കും ഹോഴ്സ് റൈഡിങ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്രാഫ്റ്റ്, സെറാമിക് വർക്ക്, ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ്, ഇങ്ങനെയുള്ള പല ക്രിയേറ്റീവായിട്ട് നമുക്ക് തന്നെ കണ്ടുപിടിച്ച് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഹോബീസ്, അതിൻ്റെ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്. വേറെ ഒരു വലിയ കാര്യം, വലിയൊരു പ്രശ്നം തന്നെ ഞാൻ കണ്ടതെന്ന് പറയുന്നത്, ഞാൻ കിംസിലെ എംപ്ലോയി ഹെൽത്ത് ക്ലിനിക്കിൻ്റെ ചാർജുള്ള ഡോക്ടറാണ്. ഞങ്ങളവിടെ 18 വയസ്സ് മുതലുള്ള ആൾക്കാരാണ് നമുക്ക് പലപ്പോഴും ജോലിക്കായിട്ട് വരിക. ഇവരിലെല്ലാം കാണുന്നത്, ഇന്നത്തെ യുവ തലമുറയിൽ കാണുന്ന ഒരു പ്രശ്നം വെച്ചാൽ, കുറച്ച് ആൾക്കാർ നല്ല ഫോക്കസ്ഡ് ആണ്. അവരുടെ ജോലി എന്താവണം, അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. അതേപോലെ തന്നെ മെജോറിറ്റി വേറൊരു പങ്ക്, അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇന്ന് എങ്ങനെ കടന്നു പോകാം, ഇന്ന് കിട്ടുന്ന ശമ്പളത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക, അത് സന്തോഷകരമായി അവർക്ക് സന്തോഷം എന്ന് തോന്നുന്ന മാർഗങ്ങളിലൂടെ പോവുക എന്നുള്ളതാണ്. അത് ഡ്രഗ്സ് ആവാം, ആൽക്കഹോൾ ആവാം, സ്മോക്കിംഗ് ആവാം. ഇത് തന്നെയാണ് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നത്. സോ അടുത്ത തലമുറയെങ്കിലും ഇങ്ങനെയുള്ള വിപത്തിലോട്ട് പോകാതെ എങ്ങനെ അവർക്കെന്ന് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കാം, അവർക്ക് ഒരു ഹോബി, നമുക്കെപ്പോഴും ഒരു ഹോബിയോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. നമുക്ക് അതെപ്പോഴും നമ്മൾ അതിലോട്ട് എത്തിപ്പെടാനും നമ്മൾ ശ്രമിക്കുക, നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ. അപ്പോൾ വരുന്ന തലമുറയിലെ കുഞ്ഞു പിള്ളേർക്ക്
അല്ലെങ്കിൽ ആൾക്കാർക്ക് നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അവർ ചൂസ് ചെയ്യട്ടെ. ഇപ്പം നമ്മൾ ഇത്ര അധികം ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ ഗ്രാജ്വലി എന്തെങ്കിലും 1, 2 അല്ലെങ്കിൽ 3 തലങ്ങൾ അവർ തിരഞ്ഞെടുക്കുകയും അത് അവർ പരിപോഷിപ്പിച്ചെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്കും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് എന്നാൽ ഒരു ലക്ഷ്യബോധത്തോടെ വരാൻ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഡോക്ടർ പറഞ്ഞ പോലത്തെ വലിയൊരു കാഴ്ചപ്പാടാണ്. കാരണം നമുക്ക് കുഞ്ഞുങ്ങളുടെ ദുശീലമുണ്ട്. TV കാണുക, മൊബൈൽ ഫോൺ കാണുക, അല്ല ഫുഡ് കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു ദുശീലം മാറ്റുന്നത് പോലെ തന്നെയാണ് മുതിർന്നവരുടെ ഒരു മദ്യപാനത്തിന് വലിയൊരു ആപത്താണ്. ആ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം അവർക്ക് തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും കൂടി വേണം കാണുന്നുണ്ടല്ലേ അല്ലേ? തീർച്ചയായും. കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണുന്ന മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ എവിടെ നിന്നാണ് ഓരോന്നും പഠിക്കുന്നത്. ഒരു കുഞ്ഞും ഈ ലോകത്തിലോട്ട് ജനിച്ച് വീഴുമ്പോൾ അവരൊരു സ്പെസിഫിക് ക്യാരക്ടറോട് വരികയല്ല. പക്ഷേ അവർ കാണുന്ന അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവർ കാണുന്ന കാര്യങ്ങൾ അവർ പഠിക്കുകയും അവർ അബ്സോർബ് ചെയ്യുകയും അവരത് അനുകരിക്കുകയാണ് ചെയ്യുന്നത്. സോ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ കാണുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? ബേസിക്കലി ഒരു കുഞ്ഞല്ല. വീട്ടിലെ അച്ഛൻ, അമ്മ, അമ്മുമ്മ, അപ്പച്ചൻ, അവനെ ചുറ്റിലും അവനോ അവളോ അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ ഈ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോണോ ടാബ്ലറ്റോ കമ്പ്യൂട്ടറോ TVയോ അതിൽ നിന്നാണ് ഇവരും അതെടുക്കുന്നത്. പിന്നെ പലപ്പോഴും വേറൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫ്രീ ടൈം വേണം എന്ന് പേരൻസ് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ കൊണ്ട് പെട്ടെന്നൊരു കാര്യം ചെയ്യിക്കാൻ നമുക്ക് ഈസി ആക്സസ് എന്താണ്? ഒരു മൊബൈൽ കൊടുത്ത് വീഡിയോയോ എന്തെങ്കിലും ഓൺ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും അവർ അതിലോട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. സോ പതുക്കെ കുഞ്ഞുങ്ങൾ മുതിർന്നവരെ പോലെ തന്നെ ഇതിന് അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്ത് നമുക്ക് സന്തോഷം തരുമോ അത് നമ്മൾ പിന്നെയും ചെയ്യാൻ ശ്രമിക്കും. സോ ഓബ്വിയസ് ആയിട്ട് ഒരു കുഞ്ഞിന് അവന് കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ അവൻ കാണുന്ന പ്രോഗ്രാംസ് അവനെ ഇഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും കാണും. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും ലഹരിക്കും അടിമപ്പെടുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഉണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, ഇതല്ലാതെ പല വിധത്തിലും ഉണ്ട്. നമുക്ക് എന്ത് സന്തോഷം തരുമോ നമ്മളും അതിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആദ്യം എടുക്കുമ്പോൾ ഇവർക്ക് അതൊരു വലിയ വിപത്തായി തോന്നില്ല. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അഡോളസൻസിലോട്ട് വരുന്ന കുട്ടികൾ വിചാരിക്കുന്ന അവരുടെ ഒരു ഫ്രീഡം ഉണ്ട്. സെക്കൻഡ്, അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള പിയർ ഇൻട്രാക്ഷൻ എന്ന് പറയും. എൻ്റെ കൂട്ടുകാരുടെ കൂടെ നിൽക്കാൻ ഇതെനിക്ക് ആവശ്യമാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ പിയർ ഗ്രൂപ്പ് എന്നെ അംഗീകരിക്കാൻ ഞാൻ ഒരിക്കൽ സ്മോക്ക് ചെയ്താൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ ഞാനൊന്ന് ആൽക്കഹോൾ എടുത്താൽ എന്താ കുഴപ്പം എന്ന ചിന്താഗതി, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്താൽ എന്താ കുഴപ്പം, ഇത് എന്താണെന്ന് അറിയാനുള്ള അവരുടെ ക്യൂരിയോസിറ്റി, അതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രോബ്ലത്തിലൂടെ എത്തുക. പക്ഷെ അങ്ങനെ നമ്മൾ പറയുമ്പോഴും ഇത് എടുത്തു കഴിയുമ്പോൾ ആദ്യം കിട്ടുന്ന സന്തോഷമല്ല, പിന്നെ ഇത് അഡിക്ഷനായി മാറുമ്പോൾ ഇവർക്ക് സംഭവിക്കുക. പക്ഷെ ആ ഒരു അഡിക്ഷനിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്കിവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങൾ ലെവലിൽ അല്ലെങ്കിൽ ഒരു വൈഫ് ആ ലെവലിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഈ പല പ്രശ്നങ്ങൾക്കും ഒരാൾ ആൽക്കഹോൾ എടുക്കുന്ന വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ പോലും ഒന്നുകിൽ അയാൾക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റോ കൗൺസിലിങ്ങോ ഒക്കെ കൊടുത്ത് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയേക്കും. ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇവിടെ കുടുംബശ്രീ യൂണിറ്റ്സ് ഉണ്ട്, അവർ പേപ്പർ ബാഗ് ചെയ്യുന്നുണ്ടാവും, അച്ചാറ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ പല ഗവൺമെൻറ് സംരംഭങ്ങളും അവർക്ക് അക്സെപ്സിബിൾ ആണ്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്ട്സ് നമുക്കിവിടെ വിൽക്കാം. ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ വിൽക്കാനും അങ്ങനെയും നമ്മൾ ലൈസൻസ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. സോ ഓർഗാനിക് ഫാം ഫ്രഷ് പ്രോഡക്ട്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള അവർക്കുള്ള എംപവർമെൻറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വളരെ ചെറിയ കുട്ടികളിൽ തന്നെ അവരെ നമ്മൾ ബോധവൽക്കരണം കൊടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് കുഞ്ഞിലേ തന്നെ അവരെ മനസ്സിലാക്കിയാൽ അവർ നാളെ ഒരു അഡോളസൻസ് അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിലോട് എത്തുമ്പോൾ അവർക്കതൊരു ഇൻഫോംഡ് ചോയ്സാണ്. ഈ ആൽക്കഹോൾ ഞാൻ എടുത്താൽ എനിക്ക് എന്ത് സംഭവിക്കും, അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, അതിനെ അടുത്ത തലമുറയിലോട്ട് വരാതിരിക്കാൻ അവരെ നമുക്ക് വളരെ ചെറുതിലേ തന്നെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം തന്നെ ഞാനിത് തുടങ്ങിയിട്ട് ഈ പ്രോജക്റ്റ് ആക്ച്വലി തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമായി. ഗവൺമെൻറ്റിന് തന്നെ പല ഹേർഡിൽസും ഉണ്ടായിരുന്നു ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ. അവസാനം വ്യവസായ വകുപ്പിൽ നിന്ന് വന്നാണ് നമുക്കിത് തുടങ്ങാനുള്ള ഒത്താശ. ഒരുപാട് പേര് എന്നെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്ന പ്രസാദ്, പിന്നെ ഇവിടെ ഇപ്പോൾ വാർഡ് മെമ്പറായ രജിതയുണ്ട്, പിന്നെ കുറേ ആൾക്കാരുണ്ട്. വ്യവസായ വകുപ്പിൽ അശ്വിൻ എന്ന് പറയുന്ന ഒരു ഓഫീസറുണ്ട്, ബാങ്ക് ഓഫീസേഴ്സ് ഉണ്ട് വന്നിത് സഹായിച്ചത്. ഈ കഴിഞ്ഞ 25 ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്നാണ് നമ്മളിത് ഓപ്പൺ ചെയ്തത്. സോ ഇതിന് എത്രമാത്രം നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കുട്ടികൾക്കൊരു ഫ്രീ സ്പേസ് ഉണ്ട്, അഡൽസിനായാലും പേരൻസിനോ മുതിർന്നവർക്കായാലും വന്ന് കുറച്ച് നേരം ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാം, അവർക്കിത് എൻജോയ് ചെയ്യാം. ഇവിടെയുള്ള ഫാം ഫ്രഷ് പ്രോഡക്ട്സ് അവർക്ക് വാങ്ങാം. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള മേഖലകൾ, അതായത് ഫോട്ടോഗ്രാഫി, ഹോഴ്സ് റൈഡിങ്, സെറാമിക് ആർട്ട്,
അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് ഇങ്ങനെയുള്ള സംഭവം അത് വേണമെങ്കിൽ നമുക്ക് പരിപോഷിപ്പിക്കാം. പിന്നെ കുക്കിങ്ങിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കുന്നത് ഒന്നെന്ന് പറയുന്ന ചെറിയ ചെറിയ ടൂർസാണ്. ഓക്കെ, ഞാനൊരു ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എനിക്ക് നേച്ചറിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാണുന്ന സാധനങ്ങളെല്ലാം എനിക്കിഷ്ടമാണ് ബേസിക്കലി. സോ അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ കുറച്ച് ട്രെക്കിംഗ് പോലത്തുള്ള പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയ ഗ്രൂപ്പുകളായിരിക്കും, 15 മുതൽ 20 പേരുള്ള ഗ്രൂപ്പുകളായിരിക്കും. ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, മുതിർന്നവർക്ക് 15 വയസ്സിന് മേളിലുള്ളവർക്ക് നമുക്ക് ആക്ച്വൽ ട്രെക്കിംഗ് തന്നെ പോകാം. അല്ലാത്ത കുഞ്ഞു പിള്ളേർക്ക് ഗവൺമെൻറ് അപ്രൂവ്ഡ് സ്ഥലം നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ, ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാത്ത സ്ഥലങ്ങളുണ്ട്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോവുകയും അവർക്ക് നേച്ചർ എന്നാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രകൃതി എന്നാൽ ഇങ്ങനെയാണ്, നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നതാണ് ഈ ലോകം, എല്ലാ ജീവികൾക്കും ഈ പ്രകൃതിയിൽ സ്പേസ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കുകയും വേണം, അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും ഉള്ളൊരു ഓപ്ഷൻ നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്ന പോലെ വലിയ ഒരു സംരംഭം തന്നെയാണ്. ഈ ഒരു സംരംഭം നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ രാത്രി 9 മണി വരെ വിശാലമായ ഈ ഒരു കേന്ദ്രം തുറന്നു കിടക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ മാറ്റമില്ല. പ്രദീപ് കളത്തിൽ, GTV ന്യൂസ്, തിരുവനന്തപുരം.